नमो नमः तुलसी कृष्ण प्रेयसी नमो नमः तुलसी कृष्ण प्रेयसी नमो नमः राधा कृष्ण सेवा पावो अभिलाषी ब्रजे राधा कृष्ण सेवा पावो अभिलाषी जे तुम्हारा शरण लो तरवंश पूर्ण हो कृपा कोरि करो तारे वृंदावन वासी ये तुम्हारा शरण लो तरवंश पूर्ण हो कृपा कोरि करो तारे वृंदावन वासी मोरा अभिलाष विलास कुंज दियो नयने हरि बो सदा युगल श्री मोरा अभिलाष विलास कुंज दियो नयने हरि बो सदा युगल रूपराशि निवेदन धरो सखी अनुगत करो सेवा अधिकार दिए करो निज दासी निवेदन धरो सखी अनुगत करो सेवा अधिकार दिए करो निज दासी दीन कृष्ण दासी को जन मोरा श्री राधा गोविंद प्रेमे सदा नभासी दीन कृष्ण दास को जन मोरा श्री राधा गोविंद प्रेमे सदा नभासी यानी कानी च पापानि ब्रह्म हत्याधिकानि च तानि तानि प्रणश्यन्ति प्रदक्षिण पदे पदे यानि कानि च पापानि ब्रह्म हत्याधिकानि च तानि तानि प्रणश्यन्ति प्रदक्षिण पदे पदे यानि कानि च पापानि ब्रह्म हत्याधिकानि च तानि तानि प्रणश्यन्ति प्रदक्षिण पदे पदे हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण
Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. सर्वस्वताहं हृदि सन्निविष्टो मत्तज्ञानमपोहनं च वेदेषु सर्वैरहमेव वेद्यो वेदान्तकृद्वेदविदेह चाहम्. हरे कृष्णा. ओम नमो भगवते वासुदेवाय. ओम अज्ञानातिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഭഗവാന്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അതായത് മധുരാപുരിയിലെ ഒരു ലീലയാണ് പറയാൻ പോകുന്നത്. ഭഗവാൻ മധുരാപുരിയിൽ വന്ന സമയത്ത്, വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മധുരാപുരിയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളെല്ലാം, അതായത് കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ് എന്നാണല്ലോ, എല്ലാവരെയും ആകർഷിക്കുന്ന ആളെന്നാണല്ലോ. അവിടുത്തെ ജനങ്ങളെല്ലാം ഭഗവാനെ, അതായത് അവർക്ക് എത്രയോ വർഷങ്ങൾ മുമ്പ് കുഞ്ഞുകാലം തൊട്ട് അവർ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങളെല്ലാം ഭഗവാനെ അത്ര ഇതായിട്ട് അവര് കാണാൻ തുടങ്ങി. കാരണം ഭഗവാൻ ഒരു പ്രാവശ്യം കണ്ടപ്പോ തന്നെ അവര് ഭഗവാനിലേക്ക് അങ്ങ് ലയിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവരും ഭഗവാനെ തന്റെ വീടുകളിലേക്ക് വിളിക്കുകയാണ്. വരൂ കൃഷ്ണ, വരൂ എന്റെ വീട്ടിൽ വരൂ, എന്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടുകളിലേക്ക് വിളിക്കുകയാണ് ഭഗവാനെ. പക്ഷെ ഭഗവാൻ ആരെ വീട്ടിലും കയറിയില്ല. എന്തിനാ, അക്രൂരര് വരെ ഭഗവാനെ തന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഭഗവാൻ പോയില്ല. പക്ഷെ ഭഗവാൻ എവിടെ ഒരാള് വീട്ടില് ഭഗവാൻ വിളിക്കാതെ തന്നെ പോയി. അതാരാന്ന് പറഞ്ഞാല് മധുരാപുരിയിലെ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അതായത് കൊട്ടാരത്തിലും കാര്യങ്ങൾക്കൊക്കെ പൂമാല കെട്ടിക്കൊടുക്കുന്ന ഒരു സേവകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുധാമ എന്നാണ്. ഭഗവാന്റെ കൂട്ടുകാരൻ സുധാമയല്ല, ഇത് വേറെ സുധാമയാണ്. അപ്പോ ഇദ്ദേഹം വന്നിട്ട്, ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് കംസൻ ഉണ്ടായിരുന്ന സമയത്ത് കംസന്റെ കൊട്ടാരത്തിലും കാര്യങ്ങൾക്കൊക്കെ മാല കെട്ടിക്കൊടുക്കുക എന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. അതുപോലെ മധുരാപുരി മുഴുവൻ ഇദ്ദേഹം കെട്ടിയ മാലയാണ് മധുരാപുരിയില് മുഴുവൻ ഉപയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് ഒരു വലിയൊരു പൂന്തോട്ടം, അതായത് വളരെ മനോഹരമായിട്ട് പല പല നിറത്തിലുള്ള ഒരു പൂക്കളുള്ള പൂന്തോട്ടത്തിന്റെ നടുക്ക് ഒരു ചെറിയ കുടിലാണ്. ചെറിയ കുടില്, ആ ഒരു പൂന്തോട്ടത്തിന്റെ നടുക്ക് ചെറിയ കുടിലാണ്. അപ്പൊ ഭഗവാൻ ആണെങ്കിൽ അതുവഴി പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുടിലിന്റെ വെളിയിൽ ഇങ്ങനെ ആ ഒരു പൂന്തോട്ടത്തിൽ ഇരുന്ന് ഇദ്ദേഹം ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം കെട്ടുന്നത് പൂവാണെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിലെ മുഴുവൻ ഭഗവാനാണ്. ഇദ്ദേഹം ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിപ്പാടി നാമം ജപിച്ചാണ് ഇദ്ദേഹം പൂ കെട്ടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നമ്മൾ ഭഗവാനെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ കർമ്മബലത്തിൽ നിന്ന്, നമ്മൾ ചെയ്യുന്ന എന്താണോ ആ കർമ്മബലത്തിൽ നിന്ന് നമുക്ക് മോക്ഷം നൽകി. ഇവിടെ ഇദ്ദേഹം ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ആ പൂമാല കെട്ടുന്നത്. അപ്പൊ ഇദ്ദേഹം എവിടെയാണോ ആ പൂമാല കൊടുക്കുന്നത്, ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്, നല്ല കാര്യത്തിനായാലും ചീത്ത കാര്യത്തിനായാലും, അത് ആ കർമ്മഫലം ഇദ്ദേഹത്തിന് ഇൻവോൾവ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ആ ഒരു അഴുക്ക് കാര്യം, ആ പൂവിന്റെ മാല ഒരു അഴുക്ക് കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ തെറ്റ്, ആ പാപം ആർക്കും കൂടെ കിട്ടും. ഈ പൂക്കാരനും അതിന്റെ ഒരു ചെറിയ പങ്കുണ്ട്. അപ്പൊ അത് ആ പാപം പൂക്കാരനും കിട്ടും. പക്ഷെ അദ്ദേഹം വന്നിട്ട് ഭഗവാന്റെ പേര് വിളിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചാണ് അദ്ദേഹം ആ മാല കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പൂമാല എവിടെ പോയാലും, അത് പാപമായിക്കോട്ടെ പുണ്യമായിക്കോട്ടെ, അതൊന്നും അദ്ദേഹത്തിന് ഏൽക്കില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ച് ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുവഴി പോകുന്ന ഭഗവാൻ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ നേരെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. ഭഗവാനും ബലറാം സ്വാമിയും കൂടെയുള്ള ഗോപാലന്മാരെല്ലാരും കൂടെ നേരെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ആണ് മാല കെട്ടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കൊലുസിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഇദ്ദേഹത്തിന് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം അത്രയ്ക്ക് ഇദ്ദേഹം തന്റെ ജീവിതത്തിൽ ഇതേവരെ അനുഭവിക്കാത്ത ആ സന്തോഷവും ആ കണ്ണിന്റെ, കാരണം അത്രയ്ക്ക് ഇത്രയും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഇത്രയും ആകർഷണ ശക്തിയുള്ള ഒരാളെ
അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ തന്നെ വീഴാണ്. അദ്ദേഹത്തിന് അറിയില്ല അത് ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എണീക്കുകയാണ്. എണീറ്റിട്ട് പെട്ടെന്ന് അദ്ദേഹം അടുത്ത ആളെ നോക്കുമ്പോ അതേപോലെ ബലറാം സ്വാമി അതേപോലെ നല്ല പാല് പോലെ വെളുത്ത് നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്നു. അപ്പൊ ഈ രണ്ട് കുട്ടികളെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ബോധം പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഇനി അടുത്ത് എന്ത് ചെയ്യണം, അദ്ദേഹം അവർ രണ്ടുപേരും തന്റെ വീട്ടിൽ വന്നു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ട, പെട്ടെന്ന് പൂക്കൾ കൊണ്ടുവരുന്നു. അതേ, കാരണം അദ്ദേഹത്തിന്റെ വീട് ഒരു ചെറിയ വീടാണ്. അവിടെ നേരെ ഇരിക്കാൻ ഒരു പലക പോലും ഇല്ല. അപ്പൊ ഇവരെ എന്തിലിരുത്തും? അങ്ങനെ ഇദ്ദേഹം പല പല വെറൈറ്റി ഓഫ് പൂക്കൾ ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലുണ്ട്. അതെല്ലാം പറിച്ച് ഒരു പൂമെത്ത തന്നെ അദ്ദേഹം ഉണ്ടാക്കിയാണ് അവർക്ക് ഇരിക്കാൻ. അങ്ങനെ ആ ഇത്രയും പൂക്കളുടെ നടുക്ക് ബലരാം സ്വാമിയും ഭഗവാനെ അദ്ദേഹം ഇരുത്താണ്. ഇരുത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കാണ്. കാരണം ഇങ്ങനത്തെ ഒരാൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ആരാണ് കുട്ടികളെ? നിങ്ങളെ കാണുമ്പോ തന്നെ എന്റെ സ്വബോധം നഷ്ടപ്പെടുകയാണ്. ഈ കുഞ്ഞിന്റെ ഭഗവാന്റെ ചിരിയിൽ ഞാൻ മയങ്ങി വീഴുകയാണ്. നിങ്ങൾ ആരാണ്? എന്റെ അടുത്ത് പറയൂ എന്നൊക്കെ പറയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, ഞങ്ങള് വൃന്ദാവനത്തിൽ നിന്ന് വന്ന കുട്ടികളാണ്, മധുരാപുരി കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് എന്ന് പറയാണ്. അങ്ങനെ അപ്പൊ ഇവരെ കണ്ടുടനെ പക്ഷെ പിന്നീട് ആ മാലിക്കാരന് മനസ്സിലാവാണ് അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാവാണ്. കാരണം ആ ഒരു തേജസ്സും ആ കാര്യങ്ങളും ഒന്നും വേറെ ഒരു സാധാരണ ബാലകനും ഉണ്ടാവില്ല. അത് ഭഗവാൻ ആണ് മനസ്സിലാവാണ്. അദ്ദേഹം ഇനി അടുത്ത് എന്ത് ചെയ്യും, ഭഗവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അദ്ദേഹം അദ്ദേഹം കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഓടി വെളിയിൽ പോകും. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ഭഗവാനെ നോക്കുമ്പോ ഭഗവാൻ നല്ല നല്ല ഒരു വനമാല, അടിപൊളിയായിട്ടൊരു വനമാല ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് ഇതിലും നല്ല ഭംഗിയായുള്ളൊരു വനമാല ഭഗവാന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്, കാരണം അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തില് പല പല കളറിലുള്ള പൂക്കളാണുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ട് പെട്ടെന്ന് ഒരു മനോഹരമായിട്ടുള്ള രണ്ട് വനമാലകൾ ഉണ്ടാക്കി ഭഗവാനും ബലറാം സ്വാമിക്ക് അണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ല. അദ്ദേഹം വീണ്ടും പൂക്കളെടുത്ത് കുഞ്ഞു കുഞ്ഞു മാല ഉണ്ടാക്കി ഭഗവാന്റെ കാലിലും കയ്യിലും തലയിലും ഒക്കെ വെച്ച് ഭഗവാനെ സുന്ദരനായിട്ട് അലങ്കരിക്കുകയാണ് ബലറാം സ്വാമിയും. അദ്ദേഹം അവര് രണ്ടുപേരും മാത്രമല്ല, കൂടെ വന്ന ഗോപാലന്മാർക്കും അദ്ദേഹം ഇങ്ങനെ പൂക്കൾ വെച്ച് അലങ്കരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് പക്ഷെ ഒരു തൃപ്തി വരുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ടും പക്ഷെ ഇനി ഭഗവാന്റെ സ്ഥലത്ത് പോകേണ്ട, കെട്ടാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു തൃപ്തി വരുന്നില്ല. അപ്പൊ കാരണം അദ്ദേഹത്തിന് ഇന്ന് വരെ അദ്ദേഹം എത്രയോ പേർക്ക് പൂക്കൾ കെട്ടിയിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആത്മനിർവൃതി അദ്ദേഹത്തിന് ഒരിടത്തും ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഭഗവാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അങ്ങക്ക് എന്താണ് ഞങ്ങളിൽ നിന്ന് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് ഇങ്ങനെ പറയാണ്, എനിക്ക് ഒന്നും തന്നെ വേണ്ട, എനിക്ക് വേണ്ട എന്താന്ന് വെച്ചാല് ഇന്ന് ഞാൻ അങ്ങയെ കണ്ടപ്പോ എനിക്ക് കിട്ടിയ സന്തോഷം, ആ പരമാനന്ദം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ബ്ലിസ്, അത് എനിക്ക് എന്താണ് എന്റെ ജീവിതകാലം മുഴുവൻ എനിക്കത് വേണം. കാരണം ആ സന്തോഷം മാത്രമാണ് എനിക്ക് വേണ്ടത്. ഭഗവാനെ കാണുമ്പോ ഇനിയിപ്പോ നമ്മൾ അമ്പലത്തിൽ നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭഗവാനെ കാണുമ്പോ നമുക്കൊരു വല്ലാതെ സന്തോഷമാണ്. അത് ഭഗവാൻ യഥാർത്ഥ ഭഗവാൻ അല്ലെങ്കിലും നമുക്കത് കാണുമ്പോ ഭഗവാനെ പോലെ തന്നെയാണ് തോന്നുന്നത്. ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ഇദ്ദേഹം നേരിട്ട് ഭഗവാനെ കാണുകയാണ്. താൻ ഇത്രയും ദിവസം ഭഗവാനെ കാണണം കാണണം എന്ന് വിചാരിച്ച ആ ഭഗവാനെ നേരിട്ട് കാണുകയാണ്. അപ്പൊ അത്രയുമുള്ള സന്തോഷവും കാര്യങ്ങളും പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇദ്ദേഹത്തിന് ഈ സന്തോഷം ഇദ്ദേഹത്തിന് എന്നെന്നാ നിലനിൽക്കണം. അത് തന്നെയാണ് ഒരു ഭക്തന്റെ ക്വാളിറ്റി. അദ്ദേഹം മെറ്റീരിയൽ ആയിട്ട്, അതായത് ഭൗതികമായിട്ട് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്തൊക്കെയോ ചോദിക്കാം ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ അതെല്ലാം കൊടുക്കും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, ഒരു ഭക്തൻ എന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തില്ല, മെറ്റീരിയൽ ആയിട്ട് അതായത് ഭൗതികമായിട്ട് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം എന്താണ് ചോദിച്ചത്? എന്റെ ഉള്ളിലെ ഭക്തി, ആ പരമാനന്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായ പരമാനന്ദം എന്താണ്? ഭക്തി തന്നെയാണ്. അത് വരുമ്പോഴാണ് ഭഗവാനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു
സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുക. അതുപോലെ അദ്ദേഹം ആ ഭക്തി എന്നെന്നും നിലനിൽക്കണം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അത് തന്നെയാണ് ഓരോ ഭക്തനും ഭഗവാനോട് ചോദിക്കേണ്ട കാര്യം. തന്റെ ഉള്ളിലെ ഭക്തി എന്നെന്നും നിലനിൽക്കണം, അത് ഒരിക്കലും പോവാതിരിക്കണം എന്ന വരമാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കേണ്ടത്. ബാക്കിയെല്ലാം ഭഗവാൻ നമുക്ക് തരും. ഇത് മാത്രമാണ് നമ്മളെ വിട്ടുപോകുന്നത്. അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കേണ്ടത്. അപ്പൊ ഇദ്ദേഹം ഇത് ചോദിച്ച രീതിയിൽ ഭഗവാൻ എന്ത് ചെയ്യാണ്? ഭഗവാന് ഭയങ്കര സന്തോഷമാവാണ്. ഭഗവാൻ തന്റെ കൈയെടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ്. ഭഗവാൻ മാത്രമല്ല, ബൽറാം സ്വാമിയും. അങ്ങനെ അവര് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്, ഗോപാലന്മാര്. ഇവരിത് കണ്ടിട്ട് ഇവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇവര് പോവാണ്, ഭഗവാനും ബൽറാം സ്വാമിയും ഈ ഗോപാലന്മാരും പോവാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സുദാമ വെളിയിൽ ഇങ്ങനെ നിന്ന് ഇവരെ പോണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഗോപാലന്മാരൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവര് കാണുന്നത് അത്ഭുതമാണ്. എന്താണ് അവർ കാണുന്നതെന്ന് വെച്ചാൽ, ആ കുടിലിരുന്ന സ്ഥലത്ത് ഒരു വലിയ കൊട്ടാരം, ആ കുടില് പെട്ടെന്ന് ഒരു വലിയ കൊട്ടാരമായി മാറുകയാണ്. ആ സുദാമ ഒരു രാജകുമാരനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഭഗവാൻ തന്റെ കൂട്ടുകാരനായിട്ടുള്ള സുദാമയ്ക്കും കൊടുത്തത്. അവിടെയും സുദാമ ഒന്നും ചോദിച്ചില്ല ഭഗവാനോട്. ഭഗവാനോട് എന്താ ഒന്നും ചോദിച്ചില്ല. അതുപോലെ ഇവിടെയും ഈ സുദാമ ഭഗവാനോട് ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഭഗവാനോട് ചോദിച്ച കാര്യം എന്താ? എനിക്ക് ഭക്തി കിട്ടണം, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നെന്നും എനിക്ക് ഭക്തി ഉണ്ടാവണം എന്നൊരു കാര്യം മാത്രമേ ചോദിച്ചോളൂ. അത് തന്നെയാണ്. അപ്പൊ അത് മാത്രം മതി നമുക്ക്. ബാക്കിയെല്ലാം നമുക്ക് ഭഗവാൻ ഓട്ടോമാറ്റിക്കലി തന്നോളൂ. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ, ഈ ഭൗതിക ലോകത്ത് നമുക്ക് നിലനിൽക്കാൻ എന്തൊക്കെയാണോ ആവശ്യം, അതൊക്കെ ഭഗവാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നോളും. അങ്ങനെ അത് ആ കൊട്ടാരമായിട്ട് മാറുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സംശയം നമുക്ക് ഉണ്ടാവും. കാരണം മധുരാപുരിയില് ഇദ്ദേഹത്തിനെക്കാളും ചിലപ്പോ വലിയ ഭക്തരുണ്ടാവാം, വലിയ വലിയ ഭക്തരുണ്ടാവാം. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ പോയത്? കാരണം അക്രൂരരെ വരെ വിളിച്ചിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ സുദാമയുടെ വീട്ടിൽ പോയത്? അതിന് കാരണം സുദാമ സത്യായുഗത്തില് ഒരു ഗന്ധർവനായിരുന്നു, അല്ലെങ്കിൽ ഒരു യക്ഷനായിരുന്നു. അദ്ദേഹം യക്ഷൻ എന്ന രീതിയിൽ ബ്രഹ്മാവിന്റെ ആ പൂന്തോട്ടവും കാര്യങ്ങളും ഒക്കെ നോക്കി നടക്കുന്ന ഒരു യക്ഷനായിരുന്നു അദ്ദേഹം. അപ്പോ ആ സമയത്ത് പക്ഷെ യക്ഷനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഭയങ്കര ഭക്തി, ഭഗവാനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഭഗവാനെ ഒരു നോക്ക് കാണണം, ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഭഗവാനെ കാണുന്നത് അത്ര ഈസി അല്ല. ബ്രഹ്മാവ് പോലും 100 വർഷം തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ കണ്ടത്. അങ്ങനെ ഇദ്ദേഹം മഹാദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മഹാദേവനെ തപസ് ചെയ്ത് ഒരുപാട് വർഷം മഹാദേവനെ തപസ് ചെയ്തിട്ട്, കഠിനമായിട്ടുള്ള തപസ് ചെയ്തപ്പോ മഹാദേവൻ അനുഗ്രഹം കൊടുത്തതാണ്. ഇങ്ങനെ സമയത്ത് ദ്വാപരയുഗത്തിന്റെ അവസാനം ഭഗവാൻ എന്ത് ചെയ്യും? നിന്നെ വന്ന് കാണും. എവിടെ? മധുരാപുരി എന്ന ധാമത്തിൽ വെച്ച് നിനക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റും എന്നൊരു വര മഹാദേവൻ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ യക്ഷന്. ആ യക്ഷൻ ആയിട്ടാണ് സുദാമ ആയിട്ട് ദ്വാപരയുഗത്തിൽ ആ യക്ഷൻ പുനർജനിച്ചതാണ്. അപ്പൊ ആ മഹാദേവന്റെ ആ ഒരു വാക്കും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഭഗവാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നത്. ഇനി ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഗുരുവായൂരമ്പലത്തിലെ ഒരു കഥയാണ്. ഗുരുവായൂരമ്പലത്തില് വീണ്ടും ഒരു ഭക്തയുടെ അനുഭവമാണിത്. ഗുരുവായൂരമ്പലത്തില് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഉണ്ണിമായ എന്നാണ്. അപ്പൊ ഈ കുട്ടി ഈ കുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അമ്മയും ഈ കുഞ്ഞും മാത്രമാണ്. അപ്പൊ ഇവര് അമ്മ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് ഈ കുട്ടി അവര് ഭക്ഷണം കഴിക്കുന്നത്, അവര് ദിവസവും കൊണ്ടുപോകുന്നതും. അങ്ങനെ ആ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവാണ്. അപ്പൊ ഈ കുഞ്ഞ് ആ കുഞ്ഞിന് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു പങ്ക് ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു ഉണ്ണിമായ. കാരണം ഭഗവാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തന്റെ ഒരു സിബ്ലിങ് അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് ഭഗവാനെ കണ്ടിരുന്നത് ആ ഉണ്ണിമായ. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവാണ്. അമ്മയ്ക്ക് വയ്യാതായ സമയത്ത് അപ്പൊ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉണ്ണിമായ്ക്ക് മനസ്സിലായി, ഉണ്ണിമായ കുഞ്ഞാണ്. ഉണ്ണിമായ്ക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായിപ്പോ എന്ന് മനസ്സിലായി. അങ്ങനെ ഉണ്ണിമായ ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങി. അമ്മയ്ക്ക് സുഖം വരുന്നത് വരെ ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങി.
പക്ഷെ ആരും ഉണ്ണിമായ്ക്ക് ജോലി കൊടുക്കുന്നില്ല. കാരണം ഉണ്ണിമായ കുഞ്ഞാണ്. അതുകൊണ്ട് ആരും ഉണ്ണിമായ്ക്ക് ജോലി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് ഉണ്ണിമായ അവസാനം ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തായിട്ടൊരു കടയുണ്ട്. ആ കട കേണുപിള്ള എന്ന് പറയുന്ന ഒരാളാണ് ആ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭയങ്കര വിശന്ന് ദാഹിച്ച് അലഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഉണ്ണിമായ ആ കടയുടെ ഫ്രണ്ടിൽ എത്താണ്. എത്തുന്ന സമയത്ത് ഉണ്ണിമായ കാണുന്നത് കേണുപിള്ള അവിടെയുള്ള ആൾക്കാരോട് താൻ ഇന്ന് കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്ത കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉണ്ണിമായ വിചാരിച്ചു, ഇദ്ദേഹം ചിലപ്പോ ഭഗവാന്റെ നല്ലൊരു ഭക്തനായിരിക്കും, എന്നാൽ ഞാൻ ഇദ്ദേഹത്തിനോട് സഹായം ചോദിച്ചു ഇദ്ദേഹം എന്നെ സഹായിക്കാതിരിക്കില്ല എന്ന് വിചാരിച്ച ഉണ്ണിമായ കേണുപിള്ളയോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ കേണുപിള്ള എന്ത് ചെയ്തെന്ന് വെച്ചാല് ദേഷ്യത്തോട് ഉണ്ണിമായെ പുറത്താക്കി. ഇനി നീ ഇങ്ങോട്ട് കണ്ടുപോലെന്ന് പറഞ്ഞ് ഉണ്ണിമായെ പുറത്താക്കി ദേഷ്യത്തോടെ. പാവം കുഞ്ഞല്ലേ. അപ്പൊ ഉണ്ണിമായുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഉണ്ണിമായ വിഷമിച്ചുകൊണ്ട് വെളിയിലിറങ്ങി. ആ സമയത്ത് ഉണ്ണിമായ കടയുടെ ഒരു സൈഡിലായിട്ട് 2 കദളിപ്പഴം ഇരിക്കുന്നത് കാണാൻ ഭയങ്കര വിശപ്പുണ്ട്. കാരണം രാവിലെ ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചില്ല. ഏകദേശം ഉച്ച കഴിയാറായി, ഒന്നും കഴിച്ചില്ല. അപ്പൊ വിശപ്പുള്ളത് കൊണ്ട് ആരും കാണാതെ ഉണ്ണിമായ 2 കദളിപ്പഴം എടുത്ത് എടുത്തിട്ട് ഓടുകയാണ്. ഓടി എത്തുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പം തനിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു പങ്ക് ഭഗവാന് കൊടുക്കുന്ന ഒരു പതിവുള്ളത് കൊണ്ട് അതിൽ നിന്നും ഒരു കദളിപ്പഴം എടുത്ത് ഭഗവാന് കൊടുക്കുകയാണ് ഉണ്ണിമായ. അപ്പൊ ഈ ഉണ്ണിമായ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കദളിപ്പഴം എന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് വിശപ്പ് കാരണം ഒരു കദളിപ്പഴം ഉണ്ണിമായ കഴിക്കുകയാണ്. അപ്പൊ ഈ കഴിച്ചു തീരുന്നതും ഉണ്ണിമായയുടെ കയ്യിൽ ഒരാൾ വന്നിങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ ഉണ്ണിമായ തിരിഞ്ഞു നോക്കുമ്പോ ആരാ? കേണുപിള്ള. അപ്പൊ പറയാണ്, നിന്നെ കണ്ടാൽ ഒരു പാവം പോലെ ഉണ്ട്, പക്ഷെ നീ മോഷ്ടിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമായ വഴക്ക് പറയാണ്. അപ്പൊ ഉണ്ണിമായ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് വിശന്നത് കൊണ്ടാണ് ഞാൻ എടുത്തത്, ഞാൻ മോഷ്ടിച്ചതല്ല, എനിക്ക് അത്രയും വിശപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമായ പറയണം. അപ്പൊ കേണുപിള്ള പറയാണ്, നീ ഇനി എത്ര കുട്ടിയായാലും നിനക്ക് ശിക്ഷ അനുഭവിച്ചിട്ട് മതി എന്ന് പറഞ്ഞ് ഉണ്ണിമായുടെ കാതിൽ നല്ലപോലെ പിടിച്ച് തിരിക്കാണ്. അത് മാത്രമല്ല, എന്നിട്ടൊരു ശിക്ഷ കൊടുക്കാണ്. താൻ പറയുന്നത് വരെ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണ വെക്കണം എന്നൊരു ശിക്ഷ കൊടുക്കാണ്. അപ്പോ ഉണ്ണിമായ കരഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റും പ്രദക്ഷിണം വെക്കുകയാണ്. വെക്കുന്ന സമയത്ത് കേണുപിള്ള നോക്കുമ്പോൾ ഒരു അത്ഭുതം. എന്താണ്? നോക്കുമ്പോഴത്തേക്കും ഉണ്ണിമായുടെ ബാക്കില് ഒരു കുഞ്ഞു കുട്ടി, ഒരു വലിയ ചെറിയ കുട്ടി, ആ കുട്ടി മഞ്ഞപ്പട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആ കുട്ടി ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്. ഉണ്ണിമായ പോകുന്ന രീതിയിൽ ഒന്നാമത്തെ പ്രദക്ഷിണം ഉണ്ണിമായ വെച്ചു, രണ്ടാമത്തെ അപ്പൊ ആ കുട്ടി ഉണ്ണിമായുടെ ബാക്കിലേ ഉണ്ട്. അപ്പൊ ഈ കേണുപിള്ളയ്ക്ക് വല്ലാത്തൊരു എന്താ പറയാ, ഒരു സംശയമായി. പെട്ടെന്ന് കേണുപിള്ള പറയണം, മതി മതി, നേരത്തെ നീ ഇനി പൊക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നീ പോവാൻ പറയാണ്. ഉണ്ണിമായ പാവം വിഷമിച്ച് കരഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഉണ്ണിമായ പോവാണ്. അപ്പൊ ഈ കേണുപിള്ള വിചാരിക്കുകയാണ്, ഉണ്ണിമായ പോയതും ആ കുട്ടിയും കാണാനില്ല. അപ്പൊ ഈ കേണുപിള്ള വിചാരിക്കും, ഇനി ആരായിരിക്കും ആ കുട്ടി ഉണ്ണിമായുടെ കൂടെ വരുന്നത്, വല്ല അവർ ആരെങ്കിലും ആയിരിക്കോ എന്ന് വിചാരിക്കുകയാണ്. അന്ന് രാത്രി സ്വപ്നത്തില്, കേണുപിള്ളയുടെ സ്വപ്നത്തില് ഇതേ കുട്ടി പ്രത്യക്ഷപ്പെടാണ്. എന്നിട്ട് പറയാണ്, അങ്ങ് അങ്ങ് ഇന്ന് രാവിലെ കണ്ടില്ലേ, ആ കുട്ടി തന്നെയാണ് ഞാൻ. പക്ഷെ അങ്ങക്ക് ആ ഒരു കാര്യം അറിയോ? ഉണ്ണിമായ 2 കദളിപ്പഴമാണ് എടുത്തോണ്ട് ഓടിയത്, അതിലൊന്ന് എനിക്കാണ് തന്നത്. അപ്പോ അതിനർത്ഥം ആ ശിക്ഷ, അതായത് ഉണ്ണിമായ്ക്ക് കൊടുത്ത ശിക്ഷ, ഒരു പങ്ക് ഞാനും ആ പഴം കഴിച്ച സ്ഥിതിക്ക് ആ ശിക്ഷ അനുഭവിക്കാനുള്ള ഇത് എനിക്കും ഉണ്ടല്ലോ. അത് മാത്രമല്ല, അങ്ങ് എന്റെ കാതിൽ പിടിച്ച് തിരുമിയില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു കേട്ടോ എന്ന് പറയാണ്. അപ്പം കേണുപിള്ളയ്ക്ക് മനസ്സിലായി ആരാണ്. കാരണം കേണുപിള്ള കണ്ടോണ്ടിരിക്കുകയാണ്, ഉണ്ണിമായ പഴം ഭഗവാന് വെക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ടാണ് കേണുപിള്ള വന്ന് പിടിക്കുന്നത്. അപ്പൊ അപ്പൊ ആരാണെന്ന് മനസ്സിലായി. എന്നിട്ട് കേണുപിള്ള സ്വപ്നത്തിൽ തന്നെ ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങക്ക് എത്രയോ ടൺ കിണക്കിന് കദളിപ്പഴങ്ങൾ കൊണ്ട് തുലാഭാരം ചെയ്തു. അപ്പൊ ഇത്രയും തുലാഭാരം ചെയ്തിട്ട് ഈ കദളിപ്പഴം ഇല്ലാതെ അങ്ങ് എന്തിനാണ് കുട്ടി മോഷ്ടിച്ച കദളിപ്പഴം കഴിച്ചത് എന്ന് പറയാണ്. അപ്പോ ഭഗവാൻ പറയാണ്, നീ അഹങ്കാരത്തോട് തന്ന ആയിരക്കണക്കിന് കദളിപ്പഴങ്ങൾക്ക് തുച്ഛവിലയാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ എത്രയോ അടങ്ങ് വലുതാണ് എനിക്ക് സ്നേഹത്തോട് ഉണ്ണിമായ അർപ്പിച്ച ആ ഒരു കദളിപ്പഴം എന്ന് പറയാണ്. അപ്പോ നമ്മള്
അത് കാരണം കേണുപിള്ള വന്നിട്ട് ഞാൻ എന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് കേണുപിള്ള ഭഗവാൻ തുലാഭാരം നടത്തിയത് അല്ലെ. അപ്പൊ പക്ഷെ ഉണ്ണിമായ എന്താണ് തന്റെ സ്നേഹം അല്ലെങ്കിൽ ഭഗവാനോടുള്ള തന്റെ സ്നേഹം ഭക്തി കൊണ്ടാണ് ആ ഒരു കദളിപ്പഴം അവിടെ വെച്ചത്. അപ്പൊ ഇത്രയും കണക്കിന് ആയിരക്കണക്കിന് കദളിപ്പഴങ്ങൾക്ക് പഴങ്ങളെക്കാളും 100 മടങ്ങ് വലുതാണ് ഭഗവാൻ ആ ഒരു കദളിപ്പഴം. അത് പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞ ഭഗവത്ഗീത ശ്ലോകത്തിലും ആ കാര്യം തന്നെയാണ് പറയുന്നത്. ഭഗവാനെ ഒരു ചെറിയ ഇല കൊടുത്താൽ മതി, പക്ഷെ എങ്ങനെ കൊടുക്കണം? സ്നേഹത്തോടെ ഭക്തിയോട് കൂടിയും കൊടുക്കണം. അപ്പൊ ഇവിടെ ഉണ്ണിമായയുടെ കേണുപിള്ളയ്ക്ക് തന്നെ തെറ്റ് മനസ്സിലാവാണ്. കാരണം ഉണ്ണിമായയുടെ ആ ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ ഭക്തി എത്രമാത്രമാണെന്ന് കേണുപിള്ളയ്ക്ക് മനസ്സിലാവാണ്. ഉടനെ കേണുപിള്ള ആ പിറ്റേന്ന് രാവിലെ ഉണ്ണിമായയുടെ അവിടെ പോവാണ്. എന്നിട്ട് ഉണ്ണിമായോട് ക്ഷമ ചോദിക്കുകയാണ്. മാത്രമല്ല ഉണ്ണിമായക്ക് തന്റെ അമ്മ സുഖപ്പെടുന്നത് വരെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പൈസ, ഫുഡ്, ഇതെല്ലാം അവിടെ എത്തിക്കുകയാണ് കേണുപിള്ള. പിന്നെ എന്ത് സഹായം ഉണ്ടെങ്കിലും ചോദിക്കണം എന്ന് പറയണം. അമ്മ ഓക്കെ ആവുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ എന്നിട്ട് അതിനുശേഷമാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വിടക്കാണ്. അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവാണ്. ആരുമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അവിടെ ഭഗവാൻ ഉണ്ടാവും. ഗുരുവായൂർ അമ്പലത്തില് ഇത് തന്നെയാണ് പല ഇൻസിഡൻസ്, പല അനുഭവങ്ങളും ഉണ്ട്. കാരണം ഭഗവാനെ നമ്മളൊന്ന് ഉറക്കി വിളിച്ചാൽ മതി, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, പക്ഷെ ഭഗവാൻ ഒന്ന് ഉറക്കി വിളിച്ച എന്തിന് ഇന്നും അതിന് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക്, അതിപ്പോ ആരും ഇല്ലായിക്കോട്ടെ, ഒരു ചെറിയ മുത്തശ്ശി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി ആയിക്കോട്ടെ, അപ്പൊ അവർക്ക് വരെ ഭഗവാൻ തുണയായിട്ടുണ്ട്. പക്ഷെ എങ്ങനെ നമ്മൾ ഭക്തിയോട് കൂടി വിളിക്കണം ഭഗവാനെ. നമ്മുടെ ഫുൾ സ്നേഹത്തോട് കൂടി വിളിച്ചാൽ മാത്രമേ ഭഗവാൻ വരത്തുള്ളൂ. ഇന്നും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ണിമായ്ക്ക് പറഞ്ഞ പോലെ ഉണ്ണിമായുടെ ആ ഒരു സ്നേഹം, ഭഗവാനോടുള്ള ആ ഒരു നിഷ്കളങ്ക സ്നേഹമാണ് അവിടെ ഭഗവാനെ ഉണ്ണിമായിലേക്ക് അടുപ്പിച്ചത്. ഹരേ കൃഷ്ണ.